സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സുമാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഗിർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. ഗിർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഇനി ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? പഞ്ചാബാണ് ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനം. ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? ഗിർ നാഷണൽ പാർക്കാണ്. ഗിർ നാഷണൽ പാർക്കിലാണ് സിംഹങ്ങൾ കാണപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? ഗിർ നാഷണൽ പാർക്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ഉത്തരാഖണ്ഡില് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്. ഉത്തരാഖണ്ഡില് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമീസ് നാഷണൽ പാർക്കാണ്. ജമ്മു കാശ്മീരിലെ ഹെമീസ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. ഇനി കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗാംഗ്ടോക്കിലാണ്. സിക്കിമില് ഗാംഗ്ടോക്കിലാണ് കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. സിക്കിമില് ഗാംഗ്ടോക്ക്. മനാസ് കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആസാമിലാണ്. മനാസ് കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ആസാം. സുന്ദർബൻസ് വന്യജീവി സങ്കേതം എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. സുന്ദർബൻസ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ. രാജീവ് ഗാന്ധി സുവോളജി പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പൂനെയിലാണ്. രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് എവിടെയാണ്? പൂനെ. മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വണ്ടൂരാണ്. ആൻഡമാൻ ദ്വീപില് വണ്ടൂരിലാണ് മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഒന്നുകൂടി നോക്കാം. കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് സിക്കിമില് ഗാംഗ്ടോക്കില്. മനാസ് കടുവ സങ്കേതം ആസാമിലാണ്. സുന്ദർബൻസ് വന്യജീവി സങ്കേതം പശ്ചിമ ബംഗാളിലാണ്. രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ദ്വീപില് വണ്ടൂർ. അടുത്ത ചോദ്യം, പാർലമെന്റിന്റെ അധോസഭ എന്ന് അറിയപ്പെടുന്നത് ലോകസഭയാണ് അധോസഭ എന്ന് അറിയപ്പെടുന്നത്. ലോകസഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെഷൻ ഏതാണ്? ക്വസ്റ്റ്യൻ അവർ ആണ്. ലോകസഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെഷൻ ക്വസ്റ്റ്യൻ അവർ. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യ മലയാളി വനിത ആരാണ്? ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യത്തെ മലയാളി വനിതയാണ് അമ്മു സ്വാമിനാഥൻ. ലോകസഭാ സെക്രട്ടേറിയറ്റിന്റെ നിയന്ത്രണ അധികാരി ആരാണ്? ലോകസഭാ സ്പീക്കറാണ്. ലോകസഭാ സെക്രട്ടേറിയറ്റിന്റെ നിയന്ത്രണ അധികാരി ആരാണ്? ലോകസഭാ സ്പീക്കർ. ലോകസഭയുടെ പരവതാനിയുടെ നിറം പച്ചയാണ്. ലോകസഭയുടെ പരവതാനിയുടെ നിറം പച്ച. ഇനി പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നതോ? രാജ്യസഭയാണ്. അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയും ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയുമാണ്. ഇനി രാജ്യസഭയുടെ പരവതാനിയുടെ നിറം ഏതാണ്? ചുവപ്പാണ്. രാജ്യസഭയുടെ പരവതാനിയുടെ നിറം ചുവപ്പും ലോകസഭയുടെ പരവതാനിയുടെ നിറം പച്ചയുമാണ്. ഇനി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വനിത ആരാണ്?
രുക്മിണി ദേവി അരുണ്ടേലാണ്. രുക്മിണി ദേവി അരുണ്ടേലാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വനിത. രുക്മിണി ദേവി അരുണ്ടേൽ. ഒന്നും കൂടി ഒന്ന് നോക്കാം. ലോകസഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെഷൻ ക്വസ്റ്റ്യൻ അവർ ആണ്. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യ മലയാളി വനിതയാണ് അമ്മു സ്വാമിനാഥൻ. ലോകസഭ സെക്രട്ടേറിയറ്റിന്റെ നിയന്ത്രണാധികാരി ആരെയെന്ന് ചോദിച്ചാൽ ലോകസഭ സ്പീക്കറാണ്. ലോകസഭയുടെ പരവതാനിയുടെ നിറം പച്ചയാണ്. ഇനി പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. രാജ്യസഭയുടെ പരവതാനിയുടെ നിറം ചുവപ്പ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വനിതയാണ് രുക്മിണി ദേവി അരുണ്ടേൽ. അടുത്ത ചോദ്യം, ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം എത്രയാണ്? ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം 2 ആണ്. 2. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം 12 ആണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം 12. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങളുടെ എണ്ണം 9 ആണ്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങളുടെ എണ്ണം 9. കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ലോകസഭാംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 20 ആണ്. കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ലോകസഭാംഗങ്ങളുടെ എണ്ണം 20. ഭരണഘടനയുടെ 80ാമത്തെ വകുപ്പ് അനുസരിച്ചാണ് രാജ്യസഭ രൂപീകൃതമായത്. രാജ്യസഭ രൂപീകൃതമായത് ഭരണഘടനയുടെ എത്രാമത്തെ വകുപ്പ് അനുസരിച്ചാണ്? 80ാമത്തെ വകുപ്പ് അനുസരിച്ചിട്ടാണ്. ഇനി രാജ്യസഭ നിലവിൽ വന്നതെന്നാണ്? 1952 ഏപ്രിൽ 3-നാണ് രാജ്യസഭ നിലവിൽ വന്നത്. 1952 ഏപ്രിൽ മാസം 3-ാം തീയതിയാണ് രാജ്യസഭ നിലവിൽ വന്നത്. രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. രാജ്യസഭയ്ക്ക് എന്താണ്? കാലാവധിയില്ല. കാലാവധിയില്ലാത്ത സഭയാണ് രാജ്യസഭ. ഇനി രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എത്രയാണ്? 6 വർഷമാണ്. അപ്പോൾ ഒരു രാജ്യസഭാംഗത്തിന്റെ കാലാവധി എത്രയാണ് എന്ന് ചോദിച്ചാൽ 6 വർഷമാണ്. രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? 250. രാജ്യസഭാംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. രാജ്യസഭാംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 30 വയസ്സ്. ഇനി ഭരണഘടനയുടെ 81ാമത്തെ വകുപ്പ് അനുസരിച്ചിട്ടാണ് ലോകസഭ രൂപീകൃതമായത്. ലോകസഭ രൂപീകൃതമായത് എത്രാമത്തെ വകുപ്പ് അനുസരിച്ചിട്ടാണ്? 81ാമത്തെ വകുപ്പ് അനുസരിച്ചിട്ടാണ്. ലോകസഭ നിലവിൽ വന്നതെന്നാണ്? 1952 ഏപ്രിൽ 17-നാണ് ലോകസഭ നിലവിൽ വന്നത്. 1952 ഏപ്രിൽ 17. ലോകസഭയുടെ പരമാവധി അംഗസംഖ്യ 552 ആണ്. ലോകസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? 552. ലോകസഭയുടെയും ലോകസഭാംഗത്തിന്റെയും കാലാവധി 5 വർഷമാണ്. ലോകസഭയുടെയും ലോകസഭാംഗത്തിന്റെയും കാലാവധി 5 വർഷം. ലോകസഭാംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. ലോകസഭാംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 25 വയസ്സ്. ഒന്നുകൂടി നോക്കാം. ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം 2 ആണ്. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ 12 പേരെയാണ്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങൾ 9 ആണ്. കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ലോകസഭാംഗങ്ങളുടെ എണ്ണം 20 ആണ്. ഭരണഘടനയുടെ 80ാമത്തെ വകുപ്പ് അനുസരിച്ചിട്ടാണ് രാജ്യസഭ രൂപീകൃതമായത്. രാജ്യസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 3-നാണ്. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. പ്രത്യേകം നോട്ട് ചെയ്യണം. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250. രാജ്യസഭാംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സ്. ഭരണഘടനയുടെ 81ാമത്തെ വകുപ്പ് അനുസരിച്ചിട്ടാണ് ലോകസഭ രൂപീകൃതമായത്. ലോകസഭ നിലവിൽ വന്നതെന്നാണ്? 1952 ഏപ്രിൽ 17-നാണ്. ലോകസഭയുടെ പരമാവധി അംഗസംഖ്യ 552. ലോകസഭയുടെയും അതുപോലെ ലോകസഭാംഗത്തിന്റെയും കാലാവധി ഏതാണ്? 5 വർഷമാണ്. 5 വർഷം. ലോകസഭാംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരം
മിന്റോ മോർലി ഭരണപരിഷ്കാരമാണ്. മിന്റോ മോർലി ഭരണപരിഷ്കാരമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരം. 1909 പാസാക്കിയ ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം എന്ന് അറിയപ്പെടുന്നത്. ഈ നിയമം വഴി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യക്കാരനെയും ഇന്ത്യൻ കൗൺസിലിൽ 2 ഇന്ത്യക്കാരെയും നിയമിക്കപ്പെട്ടു. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെട്ടത്. ഇതിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ ദ്വിഭരണം നടപ്പിലാക്കി. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെട്ടത്. ഇതിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിലെ ദ്വിഭരണം നടപ്പിലാക്കി. 1919 റൗലറ്റ് നിയമമാണ് കരിനിയമം എന്നറിയപ്പെട്ടത്. കരിനിയമം എന്നറിയപ്പെട്ടത് ഏതാണ്? 1919 റൗലറ്റ് നിയമം. ദ അനാർക്കിയൻ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നാണ് ഈ റൗലറ്റ് ആക്ട് ഔദ്യോഗികമായിട്ട് അറിയപ്പെട്ടത്. ദ അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട്. ഇനി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ ആൻ ആക്ട് ഫോർ ബെറ്റർ ഗവർണൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നു. ആൻ ആക്ട് ഫോർ ബെറ്റർ ഗവർണൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന നിയമമാണിത്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ നിയമം. 1947 ജൂലൈ 18 പാസാക്കിയ ഈ നിയമം 1947 ഓഗസ്റ്റ് 15 നിലവിൽ വന്നത്. ഒന്നുകൂടി നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരം ഏതാണ്? മിന്റോ മോർലി ഭരണപരിഷ്കാരമാണ്. 1909 പാസാക്കിയ ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നത്. ഈ നിയമം വഴിയിട്ട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യക്കാരനെയും അതുപോലെ ഇന്ത്യൻ കൗൺസിലിൽ 2 ഇന്ത്യക്കാരെയും നിയമിക്കപ്പെട്ടു. ഇനി 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെട്ടത്. ഇതിലൂടെയാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ ദ്വിഭരണം നടപ്പിലാക്കിയത്. ഇനി ദ അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നറിയപ്പെട്ടത് ഏതാണ്? റൗലറ്റ് നിയമമാണ്. 1919 റൗലറ്റ് നിയമമാണ്. ഇനി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ആൻ ആക്ട് ഫോർ ബെറ്റർ ഗവർണൻസ് ഇൻ ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. 1947 ജൂലൈ 18 പാസാക്കിയ നിയമം 1947 ഓഗസ്റ്റ് 15 നിലവിൽ വന്നു. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. റിസർവ് ബാങ്ക് സ്ഥാപിതമായത് എന്നാണ്? 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് സ്ഥാപിതമായത്. റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം 1935 ഏപ്രിൽ മാസം 1 റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ്. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ ആരെയെന്ന് ചോദിച്ചാൽ ഓസ്ബോൺ സ്മിത്ത്. റിസർവ് ബാങ്കിലെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ആരെയെന്ന് ചോദിച്ചാൽ CD ദേശ്മുഖ് ആണ്. റിസർവ് ബാങ്കിലെ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ സ്മിത്ത്. റിസർവ് ബാങ്കിലെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ആരാണ്? CD ദേശ്മുഖ് ആണ്. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ് ആണ്. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയിലെ നരിമാൻ പോയിന്റ് ആണ്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയിലെ നരിമാൻ പോയിന്റ്. 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചു. ഇന്ത്യയിൽ ദേശസാൽക്കരിക്കപ്പെട്ട ആദ്യത്തെ ബാങ്കാണ് റിസർവ് ബാങ്ക്. 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചു. ഇന്ത്യയിൽ ദേശസാൽക്കരിക്കപ്പെട്ട ആദ്യത്തെ ബാങ്കാണ് റിസർവ് ബാങ്ക്.
ഇന്ത്യയിലെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? റിസർവ് ബാങ്ക് ആണ്. റിസർവ് ബാങ്ക് ആണ് ബാങ്കുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നതും റിസർവ് ബാങ്ക് ആണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക്. IMF-ൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്ക് ആണ്. IMF-ൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണ്? കടുവയാണ്. വൃക്ഷം ഏതാണ്? എണ്ണപ്പനയാണ്. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവ, വൃക്ഷം എണ്ണപ്പന. ഇന്ത്യയിലെ 1 രൂപ നോട്ടുകൾ ഒഴികെയുള്ള നോട്ടുകൾ പുറത്തിറക്കുന്നത് റിസർവ് ബാങ്ക് ആണ്. 1 രൂപ നോട്ടുകൾ പുറത്തിറക്കുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. 1 രൂപ നോട്ട് ഒഴികെയുള്ള ഇന്ത്യൻ കറൻസികളിൽ ഒപ്പിടുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഗവർണറാണ്. 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ്. 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി. ഒന്നുകൂടി നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. റിസർവ് ബാങ്ക് സ്ഥാപിതമായത് 1935 ഏപ്രിൽ 1. റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത്. റിസർവ് ബാങ്കിന്റെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ CD ദേശ്മുഖ്. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ് ആണ്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയിലെ നരിമാൻ പോയിന്റ്. 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചു. ഇന്ത്യയിൽ ദേശസാൽക്കരിക്കപ്പെട്ട ആദ്യത്തെ ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ആണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക്. IMF-ൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്ക് ആണ്. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവ, വൃക്ഷം എണ്ണപ്പന. ഇന്ത്യയിലെ 1 രൂപ നോട്ടുകൾ ഒഴികെയുള്ള നോട്ടുകൾ പുറത്തിറക്കുന്നത് റിസർവ് ബാങ്ക്. 1 രൂപ നോട്ട് ഒഴികെയുള്ള ഇന്ത്യൻ കറൻസികളിൽ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണർ. 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് PSC ബുള്ളറ്റിനിൽ വിശകലനം വിജയത്തിലേക്ക് എന്ന് പറഞ്ഞൊരു സെക്ഷനിൽ പ്രത്യേകം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ്. തീർച്ചയായിട്ടും പഠിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്